ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ബറോഡ ഹൗസ്, ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ്, ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ റെയിൽവേ മ്യൂസിയം എവിടെയാണ്? ചാണക്യപുരി, ന്യൂഡൽഹി. ഓർത്ത് വെച്ചോളുക, ഇന്ത്യയുടെ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി, ന്യൂഡൽഹിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വനി വൈഷ്ണവാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ഏതാണ്? റെയിൽവേ ബഡ്ജറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ റെയിൽവേ ബഡ്ജറ്റാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റാണ്. റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ജോൺ മത്തായിയാണ്. റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ മലയാളി ജോൺ മത്തായിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ജോൺ മത്തായി. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ജോൺ മത്തായിയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ റെയിൽവേയുടെ കുടിവെള്ള പദ്ധതി ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് റെയിൽ നീർ. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് റെയിൽ നീർ. അതായത് ഒരു ബോട്ടിലിന് 15 രൂപയാണ് വില. കേട്ടോ, ഓർത്ത് വെച്ചോളുക. റെയിൽ നീർ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് റെയിൽ നീർ. ഒരു ബോട്ടിലിന് 15 രൂപയാണ് വില. അതുപോലെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച മാഗസിൻ ഏതാണ്? ഇന്ത്യൻ റെയിൽ എന്നൊരു മാസിക ആര് പുറത്തിറക്കുന്നുണ്ട്? ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭാരതീയ റെയിൽ, ഹിന്ദിയിലാണെങ്കിൽ ഭാരതീയ റെയിൽ എന്ന് പറഞ്ഞ ഒരു മാസിക ആര് പുറത്തിറക്കുന്നുണ്ട്? ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്നുണ്ട്. അതുപോലെ പറയുകയാണെങ്കിൽ ട്രെയിനിൻ്റെ തീവണ്ടികളുടെ ലൊക്കേഷൻ, തീവണ്ടി എവിടെ ആയി എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്പുണ്ട്. ഏതാണെന്നറിയാമോ? അതായത് യാത്രയ്ക്കുള്ള സൗകര്യാർത്ഥം യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്പുണ്ട്. തീവണ്ടി എവിടെയായെന്നൊക്കെ നോക്കും, മൊബൈലിലൊക്കെ എടുത്ത് നോക്കാറുണ്ട്. ഏതാണ് ആ ആപ്പ് എന്നറിയാമോ? വേർ ഈസ് മൈ ട്രെയിൻ എന്നൊരു ആപ്പുണ്ട്. ആ ആപ്പ് നോക്കിയാണ് തീവണ്ടികൾ എവിടെയായി, തീവണ്ടികളുടെ കറണ്ട് ലൊക്കേഷൻ ഒക്കെ യാത്രക്കാർ നോക്കുന്നത്. ആപ്പിലാണ് വേർ ഈസ് മൈ ട്രെയിൻ. കേട്ടോ, വേർ ഈസ് മൈ ട്രെയിൻ ഒരു ആപ്പാണ്, ഒരു മൊബൈൽ ആപ്പാണ് കേട്ടോ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂരാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം സെൻട്രലാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കൊല്ലമാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് അറിയാമോ? പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ്.